മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടവർ എന്ത് ചെയ്താലും മുഖ്യമന്ത്രി സംരക്ഷിക്കും. ഇപ്പം ADGP MR അജിത് കുമാറിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടു, നിരന്തരം വിദ്വേഷ പ്രസംഗം നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ എല്ലാ സാഹചര്യത്തിലും സപ്പോർട്ട് ചെയ്യുകയാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പിണറായി വിജയന് അല്ലെങ്കിൽ സർക്കാരിനൊരു തിരിച്ചടിയായിട്ടല്ലേ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് എന്നത്? അതെ, ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടുള്ള വളരെ സുപ്രധാനമായ ഒരു കേസാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ്. 2016 അത് ഉദയം ചെയ്യുന്നത്. നമുക്കറിയാം, അതിന്റെ പിന്നാലെ തുടക്കം മുതൽ തന്നെ നിന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്ന VS അച്യുതാനന്ദനാണ്. അദ്ദേഹമാണ് വെള്ളാപ്പള്ളിക്കെതിരെ നിയമപോരാട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പോയത്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഈ ഒരു വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം മുഖ്യമന്ത്രിക്കും അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ തന്നെ പരാതി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും അവസാനം വരെ അദ്ദേഹം അനാരോഗ്യം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുന്ന സമയം വരെ ഇതുമായി ബന്ധപ്പെട്ട നിയമപോരാട്ടത്തിന് പിറകെ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില അട്ടിമറികൾക്ക് ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാർ നീങ്ങിയത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിനകത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു വ്യക്തിയെ സ്ഥലം മാറ്റുക അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റുക എന്നതായിരുന്നു. അതിന്റെ അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത് വിജിലൻസ് SP ആയിരുന്ന S ശശിധരൻ എന്ന് പറയുന്ന ആൾക്കാർ. അദ്ദേഹം ഈ ഒരു കേരള പോലീസിലെ തന്നെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്നത് പോലെ അദ്ദേഹത്തെ കഴിഞ്ഞ ഇടയ്ക്കാണ് സ്ഥലം മാറ്റുന്നത്. അങ്ങനെ വന്നപ്പോൾ ഈ അന്വേഷണം എങ്ങനെ പോകും എന്നൊരു സംശയം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഈ വിഷയം വന്നപ്പോൾ സംസ്ഥാന സർക്കാർ അവിടെ കൊടുത്ത ഉറപ്പെന്ന് പറയുന്നത്, ഇങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റില്ല, അദ്ദേഹത്തിന് സ്ഥലം മാറ്റിയെങ്കിലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണം പൂർണ്ണമായി നടക്കും എന്ന് ഉറപ്പ് കൊടുത്തു, മാറ്റില്ല എന്നൊരു ഉറപ്പ് കൊടുത്തു. ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് കഴിഞ്ഞ കുറെ കാലം, 10 വർഷത്തോളമായിട്ട് അന്വേഷണം നടക്കുന്നത്. ഇടയ്ക്കൊക്കെ തന്നെ കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ഇത് പൂർത്തിയാക്കാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. കഴിഞ്ഞ ജൂലൈയിലും ഇതേപോലെ അതുകൊണ്ട് 1 മാസത്തിനകത്ത് അന്വേഷണം പൂർത്തിയാക്കണം എന്നൊക്കെ കോടതി പറഞ്ഞു. പക്ഷെ അതൊന്നും പൂർത്തിയായില്ല. ഇപ്പോൾ അവസാനം ജൂലൈ 31-ാം തീയതി കോടതി ഈ വിഷയം പരിഗണിച്ചപ്പോഴും 3 മാസത്തിനകത്ത് ഇത് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു. അന്ന് ഈ പറയുന്നത് പോലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്ന ഒരു വിഷയം വന്നപ്പോൾ കോടതി പറഞ്ഞത് അത് പറ്റില്ല എന്ന് കോടതി വാക്കാല് നിരീക്ഷിച്ചിരുന്നു. ഇന്നിപ്പോൾ അതിന്റെ ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ശശിധരനെ മാറ്റാൻ പറ്റില്ല, ശശിധരന്റെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം നടത്തണം. സർക്കാർ ഇതിനിടയ്ക്ക് ചെയ്തത് സർക്കാരിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കാത്തവരെ ഒഴിവാക്കുക എന്നുള്ളൊരു രീതി. അതാണ് നമുക്കറിയാം. അതിലേക്ക് വരാം. ഈ വെള്ളാപ്പള്ളിയെ വെളുപ്പിച്ചെടുക്കേണ്ട അല്ലെങ്കിൽ രക്ഷിച്ചെടുക്കേണ്ട ഒരു ബാധ്യത പിണറായിക്കുണ്ട്. അതിലേക്ക് വരാം. ഇപ്പോൾ ഈ കോടതിയുടെ വിധിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്ന കാര്യം അംഗീകരിക്കില്ല. നിലവിൽ അന്വേഷണം നടക്കുന്ന ഉദ്യോഗസ്ഥൻ ശശിധരൻ തന്നെ ഇത് അന്വേഷണം നടത്തി ഏതാണ്ട് അടുത്ത ഒക്ടോബർ 30-നകം തന്നെ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. സർക്കാർ ഇടയ്ക്ക് പോയിട്ട് ഈ നേരത്തെ ഉറപ്പ് കൊടുത്തതിന് ശേഷം സർക്കാർ പോയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റാൻ വേണ്ടിയിട്ടൊരു അനുമതി തേടിയിരുന്നു അടുത്തിടയ്ക്ക്. അത് കോടതി അംഗീകരിച്ചില്ല. അതിന്റെ വിധിയാണ് വന്നത്. അപ്പോൾ സർക്കാർ പറഞ്ഞത്, സർക്കാരിന്റെ തീരുമാനമെന്ന് പറയുന്നത് ശശിധരനെ മാറ്റിയ ശേഷം DIG ആയിട്ടുള്ള K കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി അതിനെ അന്വേഷണ ചുമതല ഏൽപ്പിക്കാം. അപ്പോൾ കോടതി എതിർപ്പൊന്നും പറയില്ല. കോടതി അത് അംഗീകരിക്കും. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണല്ലോ, SIT എന്നൊക്കെ പറയുമ്പോൾ കോടതി ഇത് അംഗീകരിക്കുമെന്നൊക്കെ കരുതിക്കൊണ്ടാകും അത്തരം ഒരു നീക്കത്തിലേക്ക് പോയത്. പക്ഷെ അത് അംഗീകരിക്കപ്പെട്ടില്ല. ഇന്ന് കോടതി അതെടുത്ത് ചവിറ്റുകൂട്ടയിൽ എറിഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെ അത് പൂർണ്ണമായും അന്വേഷിക്കണം, അത് എത്രയും പെട്ടെന്ന് അത് സമയബന്ധിതമായിട്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ ഒരു പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, എന്തിനാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളിയെ രക്ഷിച്ചെടുക്കാനായിട്ട് പിണറായി വിജയൻ ശ്രമിക്കുന്നത്? നമുക്കറിയാം, വിജിലൻസ് ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. വിജിലൻസിന്റെ മന്ത്രി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്, ആഭ്യന്തരമന്ത്രിയാണ്. നേരത്തെ ഈ പറഞ്ഞ പോലെ നേരത്തെ സൂചിപ്പിച്ച അജിത് കുമാറിനെ രക്ഷിച്ചെടുക്കാനായിട്ട് ഒരു വിജിലൻസ് അന്വേഷണത്തിൽ ക്ലീൻ ചിറ്റ് അദ്ദേഹത്തിന് നൽകുകയും ആ ക്ലീൻ ചിറ്റ് വിജിലൻസ് കോടതി വലിയ വിമർശനത്തോടെ വിജിലൻസിന്റെ മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം നടത്തിക്കൊണ്ട് അത് തള്ളിക്കളയുകയും ചെയ്തു. പിന്നെ ഹൈക്കോടതിയിലേക്ക് വന്നത് സ്റ്റേ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും തമ്മിലുള്ള ഒരു ബന്ധം നമുക്കറിയാം. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ വെള്ളാപ്പള്ളി ഇങ്ങനെ പിണറായി വിജയനെ മണിയടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. വിദ്വേഷ പ്രസംഗത്തിനൊക്കെ തന്നെ വെള്ളാപ്പള്ളി ഓശാന പാടിക്കൊണ്ട് പോകുന്നു. അതിന്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഈ കേസാണ്.
ഈ കേസിൽ എങ്ങനെയെങ്കിലും രക്ഷ കിട്ടണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഇപ്പം ഭരണം മാറിക്കഴിഞ്ഞാൽ അടുത്ത ഭരണത്തിനൊപ്പം അയാൾ നിൽക്കും, അത് വേറൊരു വിഷയമാണ്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായിയാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ മണിയടിച്ച് ഇങ്ങനെ നടക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. മറിച്ച് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടത്തുന്ന വർഗീയ പരാമർശങ്ങളെയൊക്കെ തന്നെ പിണറായി വിജയൻ അതിനെയൊക്കെ തന്നെ നോർമലൈസ് ചെയ്ത് വിമർശിക്കാറില്ല, ഒന്നും പറയാറില്ല. മുൻപ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇരുന്ന സമയത്ത് വെള്ളാപ്പള്ളി വർഗീയ വിദ്വേഷം എന്നൊക്കെ പറയുന്ന ആള്, വർഗീയ വിഷം എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നതാണ്. പക്ഷെ മുഖ്യമന്ത്രിയായ ശേഷം അതിനൊക്കെ വലിയ മാറ്റം വന്നു. ഇപ്പോൾ അദ്ദേഹത്തെ തലപ്പാവ് അണിയിക്കാൻ ഒരു വിദ്വേഷ പ്രസംഗം നടത്തിയാൽ ഉടനെ തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഈ വിദ്വേഷ പ്രസംഗം നടത്തിയാൽ ഉടനെ തന്നെ പിണറായി പോയി പൊന്നാടി അണിയിക്കും, അല്ലെങ്കിൽ തലപ്പാവ് വെച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള നടപടികളാണ് നടക്കുന്നത്. ഈ കേസിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു കേസാണിത്. ഇതിനകത്തെ ഒന്നാമത്തെ പ്രതി വെള്ളാപ്പള്ളി നടേശനാണ്. രണ്ടാമത്തെ പ്രതി എന്ന് പറയുന്നത് യൂണിയന്റെ SNDPയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള MN സോമനാണ്. മൂന്നാമത്തെ പ്രതി ഒരു SNDPയുടെ യൂണിയൻ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരു മഹേശ്വരനാണ്. അദ്ദേഹം 2020 നമുക്കറിയാം ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്, വലിയ വിവാദമായ. ആ കേസിൽ പോലും, ആ ആത്മഹത്യയിൽ പോലും സംശയം ഉണ്ടായിരുന്നു. ഇയാളുടെ വെള്ളാപ്പള്ളി അതിനകത്ത് കുറ്റക്കാരനാണെന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഒക്കെ തന്നെ ആ ഇടയ്ക്ക് വരികയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നൊക്കെ അന്ന് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നതാണ്. ഈ 2016 ഇതുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുന്നത്. കേസ് എന്ന് പറയുന്നത് ഈ സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ ഉണ്ട്. ആ കോർപ്പറേഷനിൽ നിന്നും ഏതാണ്ട് 15 കോടി രൂപ, ഒപ്പം തന്നെ ഒരു ഷെഡ്യൂൾഡ് ദേശസൽകൃത ബാങ്കിൽ നിന്നും ഏതാണ്ട് 600 കോടി, അങ്ങനെ നിരവധി കോടിക്കണക്കിന് രൂപ എടുത്തിട്ട് ഇവര് മൈക്രോ ഫിനാൻസിങ് നടത്തി. അതായത് ഈ യൂണിയൻ വഴി, സഹകരണ സംഘങ്ങൾ വഴി ഇതിനകത്തെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് സാമ്പത്തികം കൊടുക്കുക, ചില ഇതിനു വേണ്ടിയിട്ടൊക്കെ സാമ്പത്തികമായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത്, ഈ മൈക്രോ ഫിനാൻസിങ്ങിലൂടെ ലക്ഷ്യമിട്ടത്. ഈ പറയുന്ന സംസ്ഥാനത്തെ ഈ പിന്നോക്ക വികസന കോർപ്പറേഷൻ അവർക്ക് ഫണ്ട് കിട്ടുന്നത് ദേശീയ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നുമാണ്. അങ്ങനെ അവർക്ക് കാശ് കിട്ടുന്നത് ഈ സർക്കാർ കൊടുക്കുന്നത് ഈ യൂണിയൻ SNDPക്ക് കൊടുക്കുന്നത് ഏതാണ്ട് 2% പലിശയ്ക്ക് മാത്രമാണ്. ആ 2% പലിശയ്ക്ക് കൊടുക്കുന്ന തുക, അതിനൊരു കണ്ടീഷനുണ്ട്. അവര് മറ്റുള്ള ഈ പറയുന്ന യൂണിയനുകൾക്ക് അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് പരമാവധി 5% പലിശ മാത്രമേ ഈടാക്കാവൂ എന്നതാണ്. എന്നാൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈ തുക വാങ്ങിയിട്ട് 12% പലിശയ്ക്കാണ് അദ്ദേഹം ഈ തുകകളെല്ലാം തന്നെ കൊടുത്തത്, ഈ ലോണായിട്ട് കൊടുത്തത്. മാത്രവുമല്ല പല ലോണുകളും ഈ പറയുന്ന പോലെ വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് ലോൺ കൊടുത്തു എന്ന് വരുത്തിക്കൊണ്ട് യൂണിയനിലെ അംഗങ്ങളും ഇദ്ദേഹവും ഒക്കെ തന്നെ തട്ടിയെടുത്തു, കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തു. അതാണ് കേസ്. അതിന്റെ തെളിവുകളും റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നപ്പോഴാണ് മുഖ്യമന്ത്രി, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ, അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തത്. ഒരു കത്ത് അയച്ചു. ആ കത്തിനകത്ത് വെള്ളാപ്പള്ളി നടേശനെ VS അച്യുതാനന്ദൻ വിശേഷിപ്പിക്കുന്നത് പലിശ നടേശൻ എന്നാണ്. അങ്ങനെ അന്നു മുതല് VS അച്യുതാനന്ദൻ തുടർന്നു പോകുന്ന ഒരു പോരാട്ടമാണ്. നമുക്കറിയാമല്ലോ, CPMന്റെ സമുന്നതനായ നേതാവായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അക്ഷീണം ഒരു പോരാട്ടം നടത്തിയ കേസാണത്. ആ കേസ് ഇല്ലാതാക്കി ഈ പറയുന്ന അട്ടിമറിച്ച് വെള്ളാപ്പള്ളി നടേശനെ രക്ഷിച്ചെടുക്കാനുള്ള കുൽസിതമായ ശ്രമമാണ് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റിയ ഒരു കനത്ത തിരിച്ചടിയാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധി. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒക്ടോബർ 30-നകം ഈ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് കോടതി നിർദ്ദേശം കൊടുത്തിട്ടുമുണ്ട്. അത് ഇനിയിപ്പോൾ പറയുന്ന S. ശശിധരൻ തന്നെയാണ് അന്വേഷണം പൂർത്തീകരിക്കേണ്ടത്. അദ്ദേഹം മികച്ച രീതിയിൽ ഇതുവരെ അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരെ മികച്ച രീതിയിൽ കൊണ്ടുപോയതുകൊണ്ടാണ് മാറ്റണമെന്ന ഒരു നീക്കത്തിലേക്കൊക്കെ വന്നത്. കാരണം ഈ പറയുന്ന വെള്ളാപ്പള്ളിക്ക് കുരുക്കാകും, അത് തനിക്കും ക്ഷതമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത്. കാരണം തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. ഈ പറയുന്ന SNDPയെ കൂടെ നിർത്തണം, ഇഴവ് വോട്ടുകളെ കൂടെ നിർത്തണം, വോട്ട് ബാങ്കായിട്ട് നിർത്തണമെന്നൊക്കെയാണ്. അത് കാരണം അതിന്റെ ഒരു ലക്ഷ്യം മനസ്സിലാകുന്നില്ല. കാരണം ഈ വെള്ളാപ്പള്ളി പറയുന്നിടത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ പോലും വോട്ട് കുത്തുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. അപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞാൽ SNDP അംഗങ്ങളെല്ലാം അല്ലെങ്കിൽ ഇഴവരെല്ലാം കൂടെ പോയി LDFന് വോട്ട് കുത്തും എന്നുള്ള ഒരു മൂഢസ്വർഗത്തിലാണ് പിണറായി വിജയൻ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷം നമുക്കറിയാമല്ലോ ഓരോ കേസുകൾ, അതിന് മുമ്പ് അദ്ദേഹം ഈ അഴിമതി കേസുകളിലും ഒക്കെ എടുത്ത നിലപാടുകളും പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷം അഴിമതി കേസുകൾ സ്വീകരിക്കുന്ന നിലപാടുകളും ഒക്കെ തന്നെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അതിന്റെ ഏറ്റവും ഒരു തെളിവായിട്ട് മാറുന്ന ഒരു വിഷയമാണിത്. വെള്ളാപ്പള്ളിയെ രക്ഷിച്ചെടുക്കാനുള്ള പിണറായി വിജയന്റെ ശ്രമങ്ങൾക്ക്, കുൽസിത നീക്കങ്ങൾക്ക് വലിയൊരു തിരിച്ചടി ഇപ്പോൾ
ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും സുപ്രീം കോടതിയിലേക്ക് പോയി അനുകൂല വിധി സമ്പാദിക്കാനായിട്ട് സർക്കാർ പോകുമോ എന്ന് അറിയത്തില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും കേരള സർക്കാർ ആയതുകൊണ്ട് എന്തും ചെയ്യുന്ന കാരണം അവർ അങ്ങനെ ഒരു കേസാണിത്. വെള്ളാപ്പള്ളിയെ രക്ഷിച്ചെടുക്കേണ്ട ഒരു ബാധ്യത വെള്ളാപ്പള്ളിയെക്കാട്ടിലും പിണറായി വിജയൻ ഇപ്പോൾ വന്ന് ചേർന്നിട്ടുണ്ട്. ആ രീതിയിൽ അവര് ഒത്തുപോകുന്ന ഇനം വെച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറയുന്ന പോലെ ഒത്തുപോകുന്ന രണ്ട് വ്യക്തികളാണ്. ഇപ്പോൾ അടുത്ത അയ്യപ്പ സംഗമമൊക്കെ നടക്കുകയാണ്. അതിന് വലിയൊരു പിന്തുണ വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ തങ്ങളുടെ ആശ്രിത വത്സലനായിട്ട് ഇങ്ങനെ വെള്ളാപ്പള്ളി കൂടെയുണ്ട്. അത് കണ്ടിൽ നടിക്കാൻ പിണറായി വിജയനും കഴിയുകയില്ല. അതിനാൽ തന്നെ ഒരുപക്ഷെ ഒരു സുപ്രീം കോടതി വരെ പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. നിലവിൽ ഇപ്പോൾ സർക്കാരിനും വെള്ളാപ്പള്ളിക്കും കനത്ത തിരിച്ചടിയാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്.